ക്ഷമാപണം നടത്തിയിട്ടും പേളിമണിയെ വിടാതെ വിമർശനം തുടർന്ന് വിദ്യാർത്ഥി പ്രദേശത്തെ അനുകൂലിച്ചവർ. ഫോളോവേഴ്സിന്റെ എണ്ണം കുറഞ്ഞപ്പോൾ പേടി അടുത്ത അടവുമായി എത്തിയെന്നാണ് വിമർശകർ വാദിക്കുന്നു. തന്റെ വിവാദ പ്രസ്താവന വാക്കുകൾ എടുത്തു പറഞ്ഞ് പേളിമാണി വിശദീകരിക്കുന്നുണ്ട്. തെറ്റ് പറ്റിയെടുത്തും തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതും പേളി ക്ഷമ ചോദിക്കുകയും ചെയ്തു. വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിക്കുകയും പേളിയുടെ വാക്കുകൾ വളച്ചൊടിക്കുകയും ചെയ്ത ജോ മൈലിയോടും പേളി ക്ഷമ പറഞ്ഞിട്ടുണ്ട്. ഇയാളെ പരാജയപ്പെട്ട ഫിലിം മേക്കർ എന്ന് വിളിച്ചതിനായിരുന്നു ക്ഷമാപണം. എന്നാൽ ഇതൊന്നും വിമർശകർ കാര്യമാക്കുന്നില്ല. പേളിയുടെ ക്ഷമാപണത്തിൽ ആത്മാർത്ഥതയില്ല എന്നാണ് ഇവരുടെ വാദം. അടുത്ത കാലത്തൊന്നും പേളിമണി ഇത്രയും വലിയ വിവാദത്തിൽ അകപ്പെട്ടിട്ടുമില്ല. പേളിയെ വിമർശിച്ച പോസ്റ്റുകൾ തുടരെ വന്നിരുന്നു. കിട്ടിയ അവസരത്തിൽ അനാവശ്യമായി കുറ്റപ്പെടുത്തുകളാണ് ഏറെയും. ഈ ക്ലാരിഫിക്കേഷൻ പോലും സത്യസന്ധമായി തോന്നുന്നില്ല എന്ന് തോന്നിയവർ ഇവിടെ ഉണ്ട്. പലർക്കും അഭിനയം പോലെ തോന്നിയിട്ടുണ്ടാകാം ഇത്. എത്ര വിളിപ്പിച്ചിട്ടും കാര്യമില്ല. പോയ ഫോളോവേഴ്സ് ഒന്നും ഇനി തിരിച്ചു വരില്ല. സാഫ്രോൻ ചേച്ചി എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് വരുന്നത്.